ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ചിക്കൻ പോള. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് മുട്ടയും ചിക്കനും പാലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലതാണ്. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കും, നല്ലതാണ്. പിന്നെ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ നല്ല ഒരു സ്നാക്ക് ഐറ്റം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് സാധനം. കുറച്ച് സ്പൈസിയാണ്. സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 10 പീസ് ഉണ്ടായിരുന്നു. ബോൺലെസ് ചിക്കൻ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 150-200 ഗ്രാമൊക്കെ കാണുമായിരിക്കും. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ കേട്ടോ. വേവിച്ചതിന് ശേഷം ഞാനത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്തത് ഇതുപോലെ. മിക്സിയിട്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പിച്ചി കീറി ഇടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള, 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്, ഒരു 7 വെളുത്തുള്ളി, അതും ഇതുപോലെ തന്നെ വട്ടത്തിൽ നല്ല കനം കുറച്ചരിഞ്ഞത്, പിന്നെ ഒരു 5 തണ്ട് മല്ലിയില, ഒരു കറിവേപ്പില. ഇനി നമുക്കൊരു ചിക്കൻ്റെ ഒരു മസാല പോലെ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളി, സവാള, ഞാൻ സവാള ഒരു വലുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പൊടിയായിട്ടാണ് സവാള ഇരുന്നത്, നീളത്തിലല്ല. നമുക്കിതിങ്ങനെ എന്താ പറയുക, ഒരു കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാനല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ ഈ സവാള അങ്ങ് ഭയങ്കരമായിട്ടൊന്നും വഴന്നൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഇതിലേക്ക് പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ഞാൻ ഫുൾ ഇടുന്നില്ല കേട്ടോ, കുറച്ച് ചേർക്കുന്നുള്ളൂ. ലാസ്റ്റ് അതിൻ്റെ മുകളിലൊന്നും ഇടാൻ വേണ്ടിയിട്ടാണ്, ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. കാണത്തൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് അങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇതേപോലെ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കട്ടോ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ഷെയറും ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മുടെ സവാള നല്ല വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചു കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ചിക്കൻ്റെ അകത്ത് മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സവാളയ്ക്കുള്ള മസാല മാത്രം മതി. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ, എല്ലാം 1/4 വെച്ചിട്ട്. ഇതിന് ഒരുപാട് മസാലയൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് മുന്നേ നിൽക്കേണ്ടത്. നമ്മുടെ പൊടിയെല്ലാം മൂത്തു, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നേക്കുന്നതാണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ പിച്ചി കീറിയിട്ട് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിടുമ്പോഴത്തേക്കേ അതിൻ്റെ മണമൊക്കെ അങ്ങ് നന്നായിട്ട് ഇറങ്ങി വരും. അതുപോലെ മല്ലിയില ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പിച്ചിരുന്നേ കേട്ടോ. അങ്ങനെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ സവാളയൊക്കെ ചേർത്തല്ലോ. എല്ലാത്തിനും കൂടിയായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. ചേർത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ സവാള ഒന്നും ആ ഒരു വലിയ സവാള ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനാണ് മുന്നേ നിൽക്കേണ്ടത് കേട്ടോ. ഇനി സ്റ്റവ് കൊണ്ട് ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാം പാകമാണ്. ഇനി ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. അപ്പോൾ അത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ മസാലക്കകത്ത് ഇട്ടിട്ടുണ്ട്, ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണക്ക് ഞാനൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പാല്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർക്കാം. അപ്പം ഞാനിത് ഒരു ചെറിയ ചൂടോട് കൂടിയാട്ടോ ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നും ആറിപ്പോകണ്ട. അതുപോലെ പച്ചമുളകും നല്ല ആവശ്യത്തിന് ഇടണം കേട്ടോ. ഇതിനകത്ത് വേറെ നമ്മൾ എരിവിനായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. കുരുമുളക് ആണെങ്കിലും കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നേ നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിലാണ്, ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണേണ്. എന്നിട്ട് ഇത് എല്ലാ വശത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നിരത്തി കൊടുക്കാം. എല്ലാ വശവും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇനി ഇത് ആ ചിക്കൻ്റെ അത് കൂട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഞാൻ തവ വെച്ചിട്ടുണ്ട് കേട്ടോ. തവ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ചൂട് ഇപ്പോൾ ഈ സ്റ്റൗവിൻ്റെ തീ എന്ന് വെച്ചാൽ അടിവശത്ത് കുറച്ച് ഭാഗത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചൂട് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തവ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തവ നല്ല ചൂടായി കിടക്കുവാണ്. ആ ചൂടായ തവയുടെ മുകളിലേക്ക് ഞാൻ ഇത് വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ തവ ഒന്ന് ചൂടാകണം. കൂടാതെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ വെച്ചേക്കുക. എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എത്രത്തോളം കുറയ്ക്കാവോ അത്രയും കുറച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം കേട്ടോ. എന്താ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മോൾ വശം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇളകിയിരിക്കുവാണത്. എന്നിട്ട് ഇതിന്ന് മാറ്റാം. ഈ തവയും ഞാൻ മാറ്റണേ കേട്ടോ. വേറൊരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഒന്ന് എല്ലാ വശത്തും ആക്കി കൊടുക്കാം. ഇത് ചൂടാകാൻ വേണ്ടി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു, അത് കഴിഞ്ഞ് കുറച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. മോൾ വശവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് കണ്ട് അടിവശം കണ്ട് ഇപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ തവയുടെ മുകളിൽ വെച്ചിരുന്നതുകൊണ്ടാട്ടോ ഇതൊന്നും കരിഞ്ഞു പോകാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയത്. നമ്മൾ നേരെ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് അത് വെച്ചിരുന്നെങ്കിൽ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മോൾ വശം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഞാനിങ്ങനെ മറിച്ചിടുന്നുണ്ട്. സൈഡിൽ കൂടെ ചെറുതായിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ചെറിയൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ചെറിയ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പം മതി കേട്ടോ. ഒന്ന് തിരിച്ചിട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഓഫാക്കുക, മതി. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതേപോലെ ആയിട്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ വട്ടം കുറഞ്ഞ ഒരു പാത്രത്തിലാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കനത്തിൽ കിട്ടും കേട്ടോ. പക്ഷേ ഇത് സാധാരണ ഇങ്ങനെ കനം കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ, കാണിച്ചിട്ടാ. ഇതുണ്ടോ അടിവശം തൈ ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ആ തവയിൽ വെച്ചിട്ട് അടിവശം ഒന്ന് മുറിച്ചെടുത്തിട്ട്, ആദ്യം ഇത്രയും മൊരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഇതാ ഇതേപോലെ ആയിട്ടായിരിക്കണം ചിക്കൻ പോള. ഇത് കുറച്ച് സ്പൈസി ആട്ടോ. അത് ചൂടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കൻ പോള ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.